ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത് 2ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ആക്ടിവിറ്റി ടെസ്റ്റിലെ യൂണിറ്റ് 5 റോബോ ആൻഡ് ഫ്രണ്ട്സ് എന്ന പാഠഭാഗത്തിലെ ആക്ടിവിറ്റി 7 മുതൽ ഉള്ള ആക്ടിവിറ്റികളാണ്. മക്കളെ, ആക്ടിവിറ്റി 1 to 6 വരെയുള്ള ആക്ടിവിറ്റികൾ വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, അതും കൂടെ കാണേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആക്ടിവിറ്റി 7. ഡു യു ലൈക്ക് മാജിക്? നിങ്ങൾക്ക് മാജിക് ഇഷ്ടമാണോ? ഹിയർ ഈസ് എ മാജിക് ഫോർ യു. നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരു മാജിക് ഉണ്ട്. മാജിക് ചെയ്യേണ്ട നിർദ്ദേശങ്ങൾ താഴെ തന്നിട്ടുണ്ട്, അതൊന്ന് വായിക്കാം. റബ് എ ഷൂ ഫ്ലവർ ഇൻസൈഡ് ദ ബോക്സ് വിലോ. താഴെ തന്നിട്ടുള്ള ബോക്സിനുള്ളിൽ ഒരു ചെമ്പരത്തിപ്പൂവ്, അതായത് ഷൂ ഫ്ലവർ എന്ന് പറഞ്ഞാൽ എന്താ, ചെമ്പരത്തിപ്പൂവ്, നന്നായിട്ട് തേച്ചങ്ങ് പിടിപ്പിക്കുക. ഇപ്പോൾ ആ ഭാഗം ഒരു പ്രത്യേക നിറത്തിലാകും. നെക്സ്റ്റ് നിർദ്ദേശം എന്താ? ടേക്ക് സം ലെമൺ ജ്യൂസ് ഇൻ എ ബൗൾ. അതായത് ഒരു ബൗളിനകത്ത് കുറച്ച് ലെമൺ ജ്യൂസ്, നാരങ്ങാ നീര് എടുക്കുക. നെക്സ്റ്റ് നിർദ്ദേശം എന്താ? ഡിപ്പ് യുവർ ഫിംഗർ ഇൻ ദ ലെമൺ ജ്യൂസ്. നിങ്ങളുടെ വിരൽ നാരങ്ങാ നീരിൽ മുക്കുക. നെക്സ്റ്റ്, റൈറ്റ് മാജിക് വിത്ത് യുവർ ഫിംഗർ ടിപ്പ്. വിരൽ തുമ്പ് കൊണ്ട് മാജിക് എന്ന് എഴുതുക. മക്കളെ, നിങ്ങൾ വീട്ടിൽ ചെയ്തു നോക്കണേ. നിങ്ങൾ നാരങ്ങാ നീര് ഉപയോഗിച്ച് എഴുതുമ്പോൾ ചെമ്പരത്തിയുടെ നിറം മാറി അക്ഷരങ്ങൾ തെളിഞ്ഞു വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ രഹസ്യം എന്താ? നാരങ്ങാ നീരിൽ അടങ്ങിയിരിക്കുന്ന സിട്രിക് ആസിഡ് ചെമ്പരത്തിയുടെ നിറവുമായി പ്രവർത്തിക്കുമ്പോഴാണ് ഈ മാറ്റം സംഭവിക്കുന്നത്. മക്കളെ, നിങ്ങൾ ചെയ്തു എന്ന് ടീച്ചറിന് കമൻറ്റ് ചെയ്യണേ. ആക്ടിവിറ്റി നമ്പർ 8. ഡാനി ആൻഡ് റോബോ ആർ പ്ലേയിങ് ക്രിക്കറ്റ് വിത്ത് ദെയർ ഫ്രണ്ട്സ്. ഡാനിയും റോബോയും അവരുടെ കൂട്ടുകാരോടൊപ്പം ക്രിക്കറ്റ് കളിക്കുകയാണ്. കംപ്ലീറ്റ് ദെയർ ഡയലോഗ്സ്. അവരുടെ സംഭാഷണങ്ങൾ പൂർത്തിയാക്കുക. ഫസ്റ്റ് പിക്ചർ നോക്കൂ മക്കളെ. അവിടെ എന്ത് എഴുതാം? സ്റ്റംപ്ഡ് ഔട്ട് എന്ന് എഴുതാം. സ്റ്റംപ് ചെയ്ത് പുറത്തായി. മക്കളെ, സെക്കൻഡ് പിക്ചർ നോക്കിയേ. ഡാനി കൈ പൊന്തിച്ച് വെച്ചിരിക്കുകയാണ് അല്ലേ? അപ്പോൾ എന്താണ് ആ ചിത്രത്തിൽ നോക്കിയേ? ക്യാച്ച് പിടിച്ച് ഔട്ടായി അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ക്യാച്ച് ഔട്ട് എന്ന് എഴുതാം. തേർഡ് പിക്ചർ നോക്കിയേ. ഡാനിയെ ഒന്ന് ശ്രദ്ധിച്ച്, 2 കൈ ഇങ്ങനെ പൊക്കി വെക്കുന്നത് എപ്പോഴാണ്? യെസ്, അടിക്കുമ്പോൾ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഫാന്റാസ്റ്റിക് 6 എന്ന് എഴുതാം. ഗംഭീരമായ 6. നെക്സ്റ്റ്, ആക്ടിവിറ്റി 9. റീഡ് ദ ടെക്സ്റ്റ് ബിലോ ആൻഡ് കംപ്ലീറ്റ് ദ പിക്ചർ. താഴെയുള്ള ടെക്സ്റ്റ് വായിച്ച് പിക്ചർ കംപ്ലീറ്റ് ചെയ്യുക. റോബോ ഫ്ലൂ വിത്ത് ഡാനി ഓൺ ഹിസ് ബാക്ക്. റോബോ ഡാനിയെ തൻ്റെ പുറത്തിരുത്തി പറന്നു. ദ റോഡ് വാസ് ബ്ലാക്ക്. റോഡിന് കറുപ്പ് നിറമായിരുന്നു. ദ റിവർ ലുക്ക്ഡ് ലൈക്ക് എ ബ്ലൂ റിബൺ. പുഴ ഒരു നീല റിബൺ പോലെ തോന്നിപ്പിച്ചു. ദ ഹൗസസ് വെയർ ലൈക്ക് മാച്ച് ബോക്സസ്. വീടുകൾ തീപ്പെട്ടിക്കൂടുകൾ പോലെയായിരുന്നു. ദെയർ വെയർ കാർസ് ആൻഡ് ബസ്സസ് ഓൺ ദ റോഡ്. റോഡിൽ കാറുകളും ബസ്സുകളും ഉണ്ടായിരുന്നു. ദേ സോ എ ഫുട്ബോൾ ഗ്രൗണ്ട് നിയർ ദ റിവർ. അവർ പുഴയ്ക്കടുത്ത് ഒരു ഫുട്ബോൾ മൈതാനം കണ്ടു. മക്കളെ, ആ നിർദ്ദേശം അനുസരിച്ച് ചിത്രം വരയ്ക്കണേ. നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ 10. ദ സൺ ലുക്ക്ഡ് ലൈക്ക് എ ബിഗ് റെഡ് ബോൾ. സൂര്യൻ ഒരു വലിയ ചുവന്ന പന്ത് പോലെ തോന്നിപ്പിച്ചു. ദ ക്ലൗഡ്സ് വേർ ഓറഞ്ച് ആൻഡ് യെല്ലോ. മേഘങ്ങൾ ഓറഞ്ച്, മഞ്ഞ നിറങ്ങളിലായിരുന്നു. ലുക്ക് അറ്റ് ദ പിക്ചർ ബിലോ. താഴെയുള്ള ചിത്രം നോക്കൂ. പേസ്റ്റ് പീസസ് ഓഫ് കളർ പേപ്പേഴ്സ്, ക്രേപ്പ് പേപ്പേഴ്സ്, സീക്വൻസ് ടു മേക്ക് ഇറ്റ് ബ്യൂട്ടിഫുൾ. ഇത് മനോഹരമാക്കാൻ നിറമുള്ള പേപ്പർ കഷ്ണങ്ങൾ, ക്രേപ്പ് പേപ്പറുകൾ, തിളങ്ങുന്ന സീക്വൻസ് ഉപയോഗിച്ച് എന്ത് ചെയ്യുക? ഈ ചിത്രത്തെ എന്ത് ചെയ്യുക? നല്ല മനോഹരമാക്കി മാറ്റുക. മക്കളെ, കളർ പേപ്പറോ ക്രേപ്പ് പേപ്പറോ എടുത്ത് പീസസ് ആക്കി വയ്ക്കുക. അതിനുശേഷം സൂര്യന് നിർദ്ദേശമനുസരിച്ച് റെഡ് പീസസ് പേപ്പറാണ് ഒട്ടിക്കേണ്ടത്. മേഘങ്ങൾക്ക് ഓറഞ്ചും യെല്ലോ കളറുമാണ് ഒട്ടിക്കേണ്ടത്. പുഴയുടെ നിറം ഏതാ മക്കളെ? നീലയാണ് അല്ലേ? അപ്പോൾ നമുക്ക് നീല കളർ പേപ്പർ പീസസ് ഒട്ടിച്ച് നൽകാം. തോണിക്ക് കറുത്ത കളർ പീസസ് പേപ്പർ ഒട്ടിച്ച് നൽകി തോണിയെയും മനോഹരമാക്കി മാറ്റാം. ഈ ചിത്രത്തിൽ ഒട്ടിച്ചിരിക്കുന്ന കളർ പീസസ് പേപ്പറിന് അനുസരിച്ചിട്ടുള്ള കളർ സീക്വൻസുകൾ ഒട്ടിച്ച് തിളങ്ങുന്ന ചിത്രം കൂടെയാക്കി മാറ്റാം. ആക്ടിവിറ്റി നമ്പർ 11. ഡാനി റോട്ട് ഇൻ ഹിസ് ഡയറി അബൌട്ട് ഹിസ് ഫ്ലൈറ്റ് ഓൺ റോബോസ് ബാക്ക് ആൻഡ് സെയിലിംഗ് ഇൻ ദ സീ. റോബോയുടെ പുറത്തിരുന്നുള്ള പറക്കലിനെക്കുറിച്ചും കടലിലൂടെയുള്ള യാത്രയെക്കുറിച്ചും ഡാനി തൻ്റെ ഡയറിയിൽ എഴുതി. ഹൗ വുഡ് ബി ഹിസ് ഡയറി? അവൻ്റെ ഡയറി എങ്ങനെയുള്ളതായിരിക്കും? നമുക്ക് എഴുതാം.
ഡയറി എഴുതുമ്പോൾ ഡയറി എഴുതുന്ന ദിവസത്തെ ഡേറ്റും ദിവസവും വേണം. ടുഡേ വാസ് എ സൂപ്പർ ഡേ. ഇന്ന് വളരെ നല്ലൊരു ദിവസമായിരുന്നു. ഐ ഫ്ലൂ ഹൈ ഓൺ റോബോസ് ബാക്ക്. ഞാൻ റോബോയുടെ ബാക്കിൽ കയറി ഉയരത്തിൽ പറന്നു. ഐ ഫെൽറ്റ് ലൈക്ക് എ ബേർഡ്. ഞാനൊരു പക്ഷിയെ പോലെ തോന്നി. ദ സൺ ലുക്ക്ഡ് ലൈക്ക് എ ബിഗ് റെഡ് ബോൾ. സൂര്യൻ ഒരു വലിയ ചുവന്ന പന്ത് പോലെ തോന്നിപ്പിച്ചു. ദ ക്ലൗഡ്സ് വെയർ ഓറഞ്ച് ആൻഡ് യെല്ലോ. മേഘങ്ങൾ ഓറഞ്ച് മഞ്ഞ നിറങ്ങളിലായിരുന്നു. ഐ സോ ദ ബിഗ് ബ്ലൂ സീ. ഞാൻ വലിയ ഒരു നീലക്കടൽ കണ്ടു. ദെൻ ഐ വെൻറ്റ് സെയിലിംഗ് ഇൻ എ ബോട്ട്. എന്നിട്ട് ഞാനൊരു ബോട്ടിൽ യാത്ര ചെയ്തു. ഐ ആം സോ ഹാപ്പി ടുഡേ. ഇന്ന് ഞാൻ വളരെ സന്തോഷവാനാണ്. ആക്ടിവിറ്റി നമ്പർ 12. ദ ബോട്ട് സൂംഡ് ഓവർ ദ സീ സ്പ്ലാഷിംഗ് വാട്ടർ അറൗണ്ട്. ചുറ്റും വെള്ളം തെറിപ്പിച്ചുകൊണ്ട് ബോട്ട് കടലിലൂടെ വേഗത്തിൽ പാഞ്ഞു. ഹീ സാങ് എ സോങ് എലൗഡ്. അവൻ ഉറക്കെ ഒരു പാട്ട് പാടി. സിംഗ് ദ സോങ് ആൻഡ് ആഡ് മോർ ലൈൻസ് ടു ഇറ്റ്. ആ പാട്ട് പാടുക, അതിലേക്ക് കൂടുതൽ വരികൾ ചേർക്കുക. സെയിലിംഗ് ഇൻ മൈ ലിറ്റിൽ ബോട്ട് ഫ്ലോട്ടിംഗ് ഓൺ ദ സീ. വിൻഡ് ഈസ് കൂൾ ആൻഡ് വേവ്സ് ആർ ബ്രൈറ്റ്. സ്പ്ലാഷ് സ്പ്ലാഷ് ഹിയർ വി ഗോ. സെയിലിംഗ് ഇൻ മൈ ലിറ്റിൽ ബോട്ട് ഫ്ലോട്ടിംഗ് ഓൺ ദ സീ. Sun is red and shines so bright. Splash, splash, here we go. Sailing in my little boat. എൻ്റെ ചെറിയ ബോട്ടിൽ ഞാൻ യാത്ര ചെയ്യുന്നു. Floating on the sea. കടലിന് മുകളിലൂടെ ഒഴുകി നീങ്ങുന്നു. Wind is cool and waves are bright. കാറ്റ് തണുത്തതാണ്, തിരമാലകൾ തിളക്കമുള്ളതും. Splash, splash, here we go. വെള്ളം തെറിപ്പിച്ചുകൊണ്ട് ഇതാ നമ്മൾ പോകുന്നു. Sailing in my little boat. എൻ്റെ ചെറിയ ബോട്ടിൽ ഞാൻ യാത്ര ചെയ്യുന്നു. ഫ്ലോട്ടിംഗ് ഓൺ ദ സീ. കടലിന് മുകളിലൂടെ ഒഴുകി നീങ്ങുന്നു. അടുത്ത് ഒരു വരി നാം എഴുതി ചേർക്കാനുണ്ട്. എഴുതിയാലോ? സൺ ഈസ് റെഡ് ആൻഡ് ഷൈൻസ് സോ ബ്രൈറ്റ്. സൂര്യൻ ചുവന്നതാണ്, അത് വളരെ ശോഭയോടെ പ്രകാശിക്കുന്നു. സ്പ്ലാഷ് സ്പ്ലാഷ് ഹിയർ വി ഗോ. വെള്ളം തെറിപ്പിച്ചുകൊണ്ട് ഇതാ നമ്മൾ പോകുന്നു. ആക്ടിവിറ്റി നമ്പർ 13. ഡാനി സോ എ മെസ്സേജ് ഓൺ റോബോസ് സ്ക്രീൻ. ബാറ്ററി ലോ. വാട്ട് വിൽ ബി ഹിസ് തോട്ട്സ്? റോബോയുടെ സ്ക്രീനിൽ ബാറ്ററി ലോ എന്ന സന്ദേശം ഡാനി കണ്ടു. അവൻ്റെ ചിന്തകൾ എന്തായിരിക്കും? എഴുതാം. ഓ നോ, റോബോസ് ബാറ്ററി ഈസ് ലോ. അയ്യോ, റോബോയുടെ ബാറ്ററി തീരാറായി. വൈ ഈസ് ഹീ നോട്ട് മൂവിങ്? എന്തുകൊണ്ടാണ് അവൻ അനങ്ങാത്തത്? ഐ ഫീൽ വെരി സാഡ് ഫോർ മൈ ഫ്രണ്ട്. എൻ്റെ കൂട്ടുകാരനെ ഓർത്ത് എനിക്ക് വലിയ സങ്കടം തോന്നുന്നു. ഹൗ ക്യാൻ ഐ ഹെൽപ്പ് റോബോ വേക്കപ്പ്? റോബോയെ ഉണർത്താൻ എനിക്ക് എങ്ങനെ സഹായിക്കാൻ കഴിയും? ഐ നീഡ് ടു ഫൈൻഡ് എ വേ ടു ചാർജ് ഹിം സൂൺ. എനിക്ക് എത്രയും പെട്ടെന്ന് അവനെ ചാർജ് ചെയ്യാൻ ഒരു വഴി കണ്ടെത്തണം. നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ 14. ഹെൽപ്പ് സിയ ആൻഡ് ഹെർ പേരൻസ് ഫൈൻഡ് ദെയർ വേ ടു ദ ബീച്ച്. സിയയെയും അവളുടെ മാതാപിതാക്കളെയും കടൽ തീരത്തേക്കുള്ള വഴി കണ്ടെത്താൻ സഹായിക്കുക. നോക്കൂ മക്കളെ, സിയയ്ക്കും മാതാപിതാക്കൾക്കും റോബോയുടെ അടുത്തെത്തണം. അതിന് എന്ത് ചെയ്യണം? നിങ്ങൾ വഴി പറഞ്ഞു കൊടുക്കണം. ഇവിടെ തന്നിട്ടുണ്ട് നിർദ്ദേശം, അതിനനുസരിച്ച് ആ വഴിയൊന്ന് കാണിച്ചു കൊടുക്കണം. നോക്കൂ, ഒന്നാമത്തത് എന്താ എഴുതിയിരിക്കുന്നത്? ഗോ സ്ട്രെയിറ്റ് എലോങ് ദ മോസ്ക് റോഡ്. മോസ്ക് റോഡിലൂടെ നേരെ പോവാനാണ് പറഞ്ഞിട്ടുള്ളത്. സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ എന്താ? ടേൺ റൈറ്റ് ടു ദ മാർക്കറ്റ് റോഡ്. മാർക്കറ്റ് റോഡിലേക്ക് വലത്തോട്ട് തിരിയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് തേർഡ് ഇൻസ്ട്രക്ഷൻ വായിച്ച് മനസ്സിലാക്കാം. ടേൺ ലെഫ്റ്റ് ആൻഡ് എൻ്റർ ദ ചർച്ച് റോഡ്. ഇടത്തോട്ട് തിരിഞ്ഞ് ചർച്ച് റോഡിലേക്ക് പ്രവേശിക്കുക. ഫോർത്ത് ഇൻസ്ട്രക്ഷൻ ടേൺ ലെഫ്റ്റ് ആൻഡ് ഗോ സ്ട്രൈറ്റ് എലോങ് ദ ടെമ്പിൾ റോഡ്. ഇടത്തോട്ട് തിരിഞ്ഞ് ടെമ്പിൾ റോഡിലൂടെ നേരെ പോവുക. ഫിഫ്ത്ത് ഇൻസ്ട്രക്ഷൻ ടേൺ റൈറ്റ് ആൻഡ് ഗോ എലോങ് ദ ബീച്ച് റോഡ്. വലത്തോട്ട് തിരിഞ്ഞ് ബീച്ച് റോഡിലൂടെ പോവുക. അങ്ങനെ സിയയും മാതാപിതാക്കളും ഡാനിയുടെയും റോബോയുടെ അടുത്ത് എത്തി. നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ 15. ഡു യു ലൈക്ക് റോബോ? നിങ്ങൾക്ക് റോബോയെ ഇഷ്ടമാണോ? റോബോ ക്യാൻ ഡു മെനി തിങ്സ്. റോബോയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. റൈറ്റ് എ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് റോബോ ദ റോബോട്ട്. റോബോ എന്ന റോബോട്ടിനെ കുറിച്ച് വിവരണം എഴുതുക. ദ ഫോളോയിങ് പിക്ചേഴ്സ് വിൽ ഹെൽപ്പ് യു. താഴെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നിങ്ങളെ അതിന് സഹായിക്കും. കണ്ടോ മക്കളെ ചിത്രം? അപ്പോൾ നമുക്ക് എഴുതിയാലോ? റോബോ ഈസ് എ ബ്ലൂ റോബോട്ട്. റോബോ ഒരു നീല റോബോട്ടാണ്. ഹീസ് എ വെരി കൈൻഡ് ഫ്രണ്ട്. അവൻ വളരെ ദയുള്ള ഒരു ഫ്രണ്ടാണ്. റോബോ ക്യാൻ ഫ്ലൈ ഹൈ ഇൻ ദ സ്കൈ.
റോബോയ്ക്ക് ആകാശത്ത് ഉയരത്തിൽ പറക്കാൻ കഴിയും. ഹി ടേക്സ് ഡാനി സെയിലിംഗ് ഇൻ എ ബോട്ട്. അവൻ ഡാനിയെ ഒരു ബോട്ടിൽ യാത്രയ്ക്ക് കൊണ്ടുപോകുന്നു. റോബോ ഈസ് വെരി സ്ട്രോങ്. റോബോ വളരെ ശക്തനാണ്. റോബോ ക്യാൻ ക്ലൈംബ് സ്റ്റെയേഴ്സ്. റോബോയ്ക്ക് പടികൾ കയറാൻ കഴിയും. ഹി ലൈക്സ് ടു പ്ലേ വിത്ത് ഓൾ ദ ചിൽഡ്രൻ. എല്ലാ കുട്ടികളോടും ഒപ്പം കളിക്കാൻ അവൻ ഇഷ്ടപ്പെടുന്നു. വെൻ ഹി ഈസ് ടയേർഡ് ഹിസ് ബാറ്ററി ഈസ് ലോ. അവന് ക്ഷീണം തോന്നുമ്പോൾ അവൻ്റെ ബാറ്ററിയിലെ ചാർജ് കുറവായിരിക്കും. മക്കളെ, ഇതോടുകൂടി ഈ പാഠഭാഗത്തിലെ എല്ലാ ആക്ടിവിറ്റികളും കഴിഞ്ഞു. നമുക്ക് വീണ്ടും കാണാം. നന്ദി.